അങ്കണവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ അവകാശ ദിനത്തിന്റെ ഭാഗമായി ജില്ലയിലെ 6 കേന്ദ്രങ്ങളിൽ ധർണ നടത്തി. കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ സായാഹ്ന ധർണ വർക്കിംഗ് വിമൻസ് കോർഡിനേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി PV പ്രസന്നകുമാരി ഉദ്ഘാടനം ചെയ്തു. എല്ലാവർക്കും സ്വാഗത പ്രസംഗം സൂചിപ്പിച്ചതുപോലെ തന്നെ അംഗനവാടി മേഖലയിൽ ഓരോ ബജറ്റും അവതരിപ്പിക്കുന്ന സമയത്ത് സംസ്ഥാന ബജറ്റായാലും കേന്ദ്ര ബജറ്റായാലും വളരെ താല്പര്യത്തോടു കൂടിയാണ് നമ്മൾ നോക്കിയിരുന്നത്. ദേശീയ തലത്തിൽ ഒട്ടനവധി പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടുള്ള അനുഭവങ്ങൾ നമുക്ക് ഇതിനകം തന്നെ ഈ കഴിഞ്ഞ 1/4 നൂറ്റാണ്ട് കാലത്തെ ഫെഡറേഷൻ്റെ അനുഭവത്തിലുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അവതരിപ്പിച്ചിട്ട കേന്ദ്ര ബജറ്റിൽ അംഗനവാടി ജീവനക്കാരുടെ വരുമാനത്തിൽ ഒരു വർധന ഉണ്ടാക്കാനുള്ള തീരുമാനമുണ്ടാവുകയും അത് ക്യാബിനറ്റ് അംഗീകരിക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. സംസ്ഥാന തലത്തിൽ LDF ഗവൺമെൻറ് ഓരോ ബജറ്റിനകത്തും അംഗൻവാടി മേഖലയിലെ പ്രശ്നങ്ങൾ ശരിയായി മനസ്സിലാക്കിക്കൊണ്ട് ഓരോ നിലപാടുകൾ എടുത്തിട്ടുണ്ട്. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ അടുത്ത ദിവസം സംസ്ഥാന ഗവൺമെൻറ് UDF ഗവൺമെൻറ്റിൻ്റെ ധനമന്ത്രി ശ്രീമാൻ മാണി അവതരിപ്പിച്ചിട്ടുള്ള ബജറ്റിൽ വളരെയധികം നിശബ്ദത എല്ലാ തൊഴിലാളികളെ സംബന്ധിച്ചും എടുത്തിട്ടുണ്ട്. അംഗൻവാടി മാത്രമല്ല, ആശമാർ മാത്രമല്ല, കേരളത്തിലെ നിരവധി ഗവൺമെൻറ് ബജറ്റിൻ്റെ സഹായത്തോടുകൂടി പിന്തുണയോടുകൂടി നിലനിൽക്കുന്ന പരമ്പരാഗത മേഖലയിലുള്ള മുഴുവൻ തൊഴിലാളികളെയും അവരെ സംബന്ധിച്ച് ഒരക്ഷരം ഉരിയാടാൻ വേണ്ടി ഈ ബജറ്റ് തയ്യാറായിട്ടില്ല. ഈ ഗവൺമെൻറ്റിന് അവരുടെ താല്പര്യത്തിലോ ക്ഷേമത്തിലോ യാതൊരു തരത്തിലുള്ള അനുകൂലമായ നിലപാടോ ഇല്ല എന്നുള്ള കാര്യം ഇത് ഈ കുറഞ്ഞ ദിവസങ്ങൾക്കകം തന്നെ നമ്മളെ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാർ വർദ്ധിപ്പിച്ച മോണറേറിയം ഉടൻ വിതരണം ചെയ്യുക, അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി പ്രീ പ്രൈമറി വിദ്യാഭ്യാസം അങ്കണവാടിയിൽ കൂടി നടപ്പാക്കുക, ATM കാർഡ് നിർബന്ധമാക്കുന്ന തീരുമാനം പിൻവലിക്കുക തുടങ്ങിയവ ആവശ്യപ്പെട്ടു. ബ്ലോക്ക് പ്രസിഡന്റ് KP വിജയകുമാരി അധ്യക്ഷയായി. KV രാഗിണി, TV പുഷ്പലത എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് സെക്രട്ടറി AV രാധ സ്വാഗതം പറഞ്ഞു.